എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 5th അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു വേക്കൻസീസ് എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗത്ത് വേക്കൻസി ഫോർ ദ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓൺ 2/1/2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെയുള്ള ഡൗൺലോഡ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം വേക്കൻസീസ് ഓരോ കോളേജിലും ഓരോ കോഴ്സിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി കോളേജിൽ ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിന് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിൽ ഒരു സീറ്റ്, അതുപോലെ തന്നെ മൈനോറിറ്റി കോട്ടയിൽ ഒരു സീറ്റ് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ AES കോളേജ് ഓഫ് ഫാർമസി ആലപ്പി എഡ്യൂക്കേഷൻ സൊസൈറ്റി, അതായത് ആലപ്പുഴയിലുള്ള ഒരു കോളേജാണ്. അവിടെ ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിന് വിവിധ കാറ്റഗറികളിലായിട്ട് സീറ്റ് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിലും വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലും Z അതുപോലെ MU വിഭാഗത്തിലായിട്ട് ഓരോ സീറ്റ് വീതം വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ അഹല്യ സ്കൂൾ ഓഫ് ഓപ്റ്റോമെട്രി പാലക്കാടാണ് ആ ഒരു കോളേജ്. അവിടെ ഈ ഒരു ഓഫ്താൽമിക് അസിസ്റ്റൻറ്റിന് ആ ഒരു കോഴ്സിൽ വിവിധ കാറ്റഗറികളിലായിട്ട് വേക്കൻസി ഉണ്ട്. SM എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളെയും പരിഗണിക്കുന്ന സീറ്റാണ് SM ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ കോളേജിലും ഓരോ കോഴ്സിലും ഏത് കാറ്റഗറിയിലാണ് വേക്കൻസി വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഏകദേശം 24ഓളം പേജ് ഈ ഒരു വേക്കൻസീസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇത് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് വേക്കൻസീസ് ഉള്ള താല്പര്യമുള്ള, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. ഇവിടെ നൽകിയിട്ടുണ്ട് വേക്കൻസീസ് ആസ് ഓൺ 30/12/2024 ടാബുലേറ്റഡ് ബേസ്ഡ് ഓൺ ഓൺലൈൻ അഡ്മിഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സീറ്റ്സ് സറണ്ടഡ്. ദ ലിസ്റ്റ് വിൽ ബി അപ്ഡേറ്റഡ് അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് ഫ്രം ദ കോളേജ്. അതായത് മാനേജ്മെൻറ്റ് സീറ്റ് കൂടി ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. ആ ഒരു സീറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നതിലേക്കായിട്ട് LBSന് വിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ വേക്കൻസീസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് നിങ്ങൾക്കുറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താവൂ. കാരണം താല്പര്യമില്ലാത്ത കോഴ്സ് വെറുതെ വെക്കേണ്ടതില്ല. താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തിയാൽ മതിയാകും. ഇനി എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ആ ഒരു പേജിൽ നിന്നും താഴോട്ടേക്ക് അല്പം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ബട്ടൺ കാണാം, ഒരു പച്ച ബട്ടണാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികളും അതുപോലെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതിരുന്ന വിദ്യാർത്ഥികളൊക്കെയാണ്. അതുപോലെ ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എങ്കിൽ, അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കോളേജിൽ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിലേക്കും കോഴ്സുകളിലേക്കും മാത്രം നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ നൽകി സേവ് ചെയ്യുക. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവിടെ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ NOC അപ്ലോഡ് ചെയ്യാനായിട്ട് ചൂസ് ഫയൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ചൂസ് ചെയ്ത് കൊടുത്ത് അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഈ ഒരു രീതിയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് നൽകിയാൽ മതി. ചില കോളേജ് LBS വഴി NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൻ്റെ ആ ഒരു ചുരുക്കപ്പേര് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസായിട്ട് നൽകി സേവ് ചെയ്യാവുന്നതും, അതിനുശേഷം സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ ആ ഒരു ലിസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോളേജിൻ്റെയും കോഴ്സിൻ്റെയും ആ ഒരു ലിസ്റ്റ് അവിടെ വരുന്നതും ആയിരിക്കും.
ഇതിന് ശേഷവും നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ നേരത്തെയുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പേജിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ ഏത് ഓപ്ഷൻ ആണോ റിമൂവ് ചെയ്യേണ്ടത് അതിന് നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു നേരത്തെയുള്ള ആ ഒരു ഓപ്ഷൻ നൽകിയ ആ ഒരു ഭാഗത്ത് തന്നെ പോയിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ നമ്പർ കൃത്യമായിട്ട് നൽകി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ ഓപ്ഷൻസ് ആഡ് ചെയ്യപ്പെടുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ, അതായത് ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഓപ്ഷൻസ് നൽകാനും നൽകിയ ഓപ്ഷൻസിൽ ഏതെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനുമൊക്കെ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. താല്പര്യമില്ലാത്ത കോളേജോ കോഴ്സുകളോ നൽകേണ്ടതില്ല. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത കോഴ്സോ കോളേജോ നൽകേണ്ടതില്ല. താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.